പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം വൈകുന്നതിനെതിരെ പിതാവ് ജയപ്രകാശ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുക. അന്വേഷണം വേഗത്തിൽ ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ മറ്റൊരു കേസിൽ തെസ്ന തിരോധാന കേസിൽ 48 മണിക്കൂർ താമസിച്ചു പോയി, ഗോൾഡൻ മണിക്കൂറുകൾ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ തെളിവ് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന രീതിയിൽ CBI ഹൈക്കോടതിയിൽ സംഭവം സമർപ്പിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായും CBI കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അന്വേഷണം ഏറ്റെടുക്കണം. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ഈ കേസ് വളരെയധികം വേദനയുണ്ടാക്കിയതും ഞെട്ടലുണ്ടാക്കിയതുമായ ഒരു സംഭവമാണ് എന്നതിൽ തർക്കമില്ല. ഈ മരിച്ച സിദ്ധാർത്ഥന്റെ പിതാവ് നിലവിൽ ഇപ്പോൾ ഹൈക്കോടതിയിലാണ്. അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്നാണ് നിലവിൽ നീതി തേടിയെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ. തന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു CBI അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചു. പക്ഷേ നാളിതുവരെയായിട്ടും CBI അന്വേഷണം ഏറ്റെടുക്കുകയോ അതിൽ അന്വേഷണം മുന്നോട്ട് പോവുകയോ ചെയ്തില്ല. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഈ അന്വേഷണം തന്നെ അട്ടിമറിക്കാൻ എന്തോ ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. സമയബന്ധിതമായി കേസ് CBI ഏറ്റെടുത്ത് അന്വേഷണം നടക്കണം, ഇതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അങ്ങനെ അദ്ദേഹം ഹർജി നൽകിയിട്ടുണ്ട്. CBI, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് അദ്ദേഹം ഹർജി നൽകിയിട്ടുള്ളത്. ഇന്നെന്തായാലും ഈ ഹർജി ഹൈക്കോടതി പരിഗണനയ്ക്കെടുക്കും. സിദ്ധാർത്ഥന് നീതി കിട്ടുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. അതിന് ഹൈക്കോടതിയാണ് ഇനി ആ പിതാവിനുള്ള അവസാന ആശ്രയം. ഓക്കെ, താങ്ക് യു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.